ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബ്സ് ഏതൊക്കെയാ? നല്ലൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് വല്ല അത്യാവശ്യം ഉണ്ടോ? ഈ ഒരു സംഭവം കുറച്ച് പേരെന്റെ അടുത്ത് ചോദിച്ചു. കുറച്ച് പിള്ളേരൊക്കെ പഠിപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 6 മാസമൊക്കെ പറ്റുള്ളൂ. അതെന്തെങ്കിലും പഠിച്ചിട്ട് നല്ല ജോലി കിട്ടുമോ, നല്ല ശമ്പളം കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട് കുറെ പേർക്ക്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കിട്ടിയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ. ഇതിലൊക്കെ പകുതി പ്രൊഫഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലുമില്ല. അല്ല, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും ഡിഗ്രിക്ക് പോകും. വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും കോളേജ് നോക്കണല്ലോ, ലോങ്ങൊന്നും പറ്റില്ല. എന്നിട്ട് അതും പഠിച്ചിട്ട് ഒരു 3 കൊല്ലം 4 കൊല്ലമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അവസാനം ആകുമ്പോൾ റിഗ്രറ്റ് അടിക്കും, അയ്യോ ഇത് പഠിക്കണ്ടായിരുന്നു, ഇതിലൊന്നും ഒരു സ്കോപ്പും ഇല്ല എന്ന് പറയും. ഈ പഠിച്ച ജോലിയാണ് ചെയ്യുന്ന എത്ര പേരുണ്ട്? എന്റെ അറിവിൽ ഭയങ്കര കുറവാണ്. എന്റെ ഒക്കെ കൂട്ടുകാരൊക്കെ എഞ്ചിനീയറിംഗിന് പോയിട്ട് വേറെ എന്തൊക്കെയൊക്കെയാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങള്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് മറ്റുള്ളവരുടെ ശമ്പളത്തിനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മൾ പഠിച്ച നമ്മുടെ പ്രൊഫഷനിൽ എന്തെങ്കിലും ചെയ്തിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ നോക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ തുടക്കത്തിലേ നമുക്ക് ഇതൊക്കെ സ്കൂളിൽ പഠിക്കണ കാലം തൊട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞു തരണം. പിന്നെ മോനെ നീ +2 കഴിഞ്ഞ ഇത് പഠിച്ചോ, ഇത് പഠിച്ചാൽ നിനക്ക് കുറെ ശമ്പളം കിട്ടും എന്നൊന്നും നമുക്ക് ആരും പറഞ്ഞു തരാറൊന്നുമില്ല. കുറെ പേർക്കുള്ള സ്വഭാവമാണ് സ്വന്തമായിട്ട് ഒന്നും ചെയ്തിട്ട് ഒന്നും ആവില്ല, എന്നാൽ മറ്റുള്ളവൻ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റം പറയാൻ നിൽക്കും. ഈ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേരുടെ അടുത്തൊരു കാര്യം പറയാം, നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ എന്ത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സജഷൻ ചോദിക്കണേലും നല്ലതേ നിങ്ങളെ എടുത്ത് ചോദിച്ചോ, അതാ നല്ലത്. അത് പറഞ്ഞുതരും. നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്രയൊക്കെ ശമ്പളം കിട്ടും, അത് പറഞ്ഞുതരും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പ്രൊഫഷനും ഒരുപോലത്തെ ശമ്പളമൊന്നും കിട്ടുന്നില്ല, അതാദ്യം മനസ്സിലാക്കുക.